ഇന്ന് കോവർക്കിംഗ് സ്പേസുകൾ എറണാകുളത്തൊക്കെ വളരെ പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് മോഡലാണ്. ഇത് പ്യൂർലി ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ്. അവിടെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ് ആണ്. എന്ന് പറഞ്ഞാൽ കോവർക്കിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ചെലവ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ആണ്. അവിടെ നമുക്ക് എങ്ങനെ ഒരു സ്റ്റീൽ ഫാബ്രിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെ, അതിൽ തന്നെ മോഡുലാർ സ്റ്റീൽ ഫാബ്രിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെ എത്രത്തോളം കോസ്റ്റ് കുറയ്ക്കാനും എത്രത്തോളം റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കൂട്ടാനും സാധിക്കും. ഈ ഒരു ഇപ്പൊ മലപ്പുറം ബേസ് ചെയ്തുകൊണ്ട് അവിടെ ഒരു ഇങ്കൽ ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി ഉണ്ട്. അവിടെ ഒത്തിരി കമ്പനികളുടെ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട്. അവിടെ ശരിക്ക് ഇൻവെസ്റ്റർ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ് ഈ കോവർക്കിംഗ് സ്പേസ് മാർക്കറ്റ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ട് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത്. ശരിക്ക് നോർമലി നമ്മളൊരു കോവർക്കിംഗ് സ്പേസ് ആവുമ്പം ഓവർ ഇന്റീരിയറും കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷെ അതിന്റെ ഉള്ളിലെ സ്പേസ് വളരെ ആംബിയൻസ് ആവണം, എയർ കണ്ടീഷൻ ആവണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും വീണ്ടും നമ്മളെ ഈ സ്റ്റീൽ എഞ്ചിനീയറിംഗ് പറയുന്ന ബിൽഡിംഗ് എക്കണോമികളെ വീണ്ടും കൊണ്ടുവരാൻ പറ്റും. കാരണം ഇതിന്റെ ഒരു ടോട്ടൽ കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് ഏകദേശം നമുക്ക് ബിലോ ഒരു 5 ഇയേഴ്സിനകത്ത്, അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇന്റീരിയർ ഒട്ടും വളരെ മിനിമൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 3 വർഷത്തിനകത്ത് ഇവർ ഇൻവെസ്റ്റ് ചെയ്ത ഈ ഫണ്ട് അവർക്ക് പേ ബാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കോവർക്കിംഗ് എന്ന് പറയുന്ന സ്പേസിൽ 2 സാധ്യതയുണ്ട്. ചെറിയ സ്പേസ് എടുത്തിട്ട് മൾട്ടി സ്റ്റോറേഡ് ചെയ്യാനാണെങ്കിലും നമുക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റീൽ എഞ്ചിനീയറിംഗ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് കൂടുതൽ ഇന്റീരിയർ ഇല്ലാത്തത് കൊണ്ടും ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് നമുക്ക് ചെറിയ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിലോ 3 ഇയേഴ്സിനകത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും.